എങ്കിലും ഒരു ശരീക്ക് നിനക്കുണ്ട്, ഈ ശരീക്കിനെ നിനക്കുണ്ട് ഉള്ളതായി ഞങ്ങൾ അംഗീകരിക്കുന്നു. തീരെ ഒരു ശരീക്കുമില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല, ഇങ്ങനെ ഒരു ശരീക്കുണ്ട്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, നേരത്തെ റാദി ഇമാം പറഞ്ഞ വ്യാഖ്യാന പ്രകാരം വലിയ പടച്ചവൻ്റെ കീഴിൽ വേറെ കുറേ പടച്ചവന്മാർ എന്നൊരു വിഭാഗം അവരിലുണ്ടല്ലോ. വലിയ പടച്ചവൻ്റെ കീഴിൽ വേറെ കുറേ പടച്ചവന്മാർ, ഒന്നുകിൽ എല്ലാം വലിയ പടച്ചവന്മാർ, അല്ലെങ്കിൽ വലിയ പടച്ചവൻ്റെ കീഴിൽ ആ വലിയ പടച്ചവൻ നിയോഗിച്ചത് പ്രകാരത്തിൽ വേറെ കുറേ പടച്ചവന്മാർ, ആ പടച്ചവന്മാർ ഞങ്ങളെ പഠിച്ചു എന്നാണല്ലോ പറയുന്നത്. ഇത് സൂചിപ്പിച്ചുകൊണ്ടാണ് അവർ പറയുന്നത് ഇല്ലാ ശരീക്കൻ വലക്ക, നിനക്കുള്ളതായ വേറെ ഒരു ശരീക്ക് നിനക്കുണ്ട്, അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. ആ ശരീക്ക് നിനക്കുള്ളത് തന്നെയാണ്, അവരെല്ലാം നിന്റെ കീഴിൽ തന്നെയാണ്. അവരുടെ ഉടമസ്ഥതയിലുള്ള വസ്തുക്കളെല്ലാം നീ ഉടമയാക്കുന്നു, അവരെയും ഉടമയാക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ റാദി ഇമാം വ്യാഖ്യാനിച്ച വ്യാഖ്യാനവുമായി ശരിക്കും ഒത്തുപോകുന്ന വിശ്വാസമാണ് ഇവർക്കുണ്ടായിരുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഇവരുടെ ശുറക്കാവുന്ന, ഇവരുടെ പങ്കാളികളാവുന്ന ദൈവങ്ങൾക്ക് യാതൊരു സാധനവും ഉടമസ്ഥതയിൽ അവർക്കില്ല, അവർ ഒന്നിൻ്റെയും ഉടമകളല്ല എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. മാ യംലികൂന മിൻ ഖിത്മീർ, ഒരു കാരക്കക്കുരുവിൻ്റെ തൊലിയുടെ അളവിൽ പോലും യാതൊന്നും അവർ ഉടമയാക്കുന്നില്ല, യാതൊരു ഉടമയും അവർക്കില്ല. എവിടുന്നാണ് ഈ ബിംബങ്ങൾക്കും ഈ കല്ലുകൾക്കും ഒക്കെ ഉടമാവകാശം ഉണ്ടാകില്ലല്ലോ. ഇതാണ് അല്ലാഹു തആല പറയുന്നത്. എന്നാൽ ഇവർ പറയുന്നു ആ ശരീക്ക് ഉടമയാക്കിയതും നിനക്കാണ് എന്ന് പറയുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ശരീക്കില്ല, ശരീക്ക് ഉടമയാക്കുന്ന പ്രശ്നവുമില്ല, പക്ഷേ അവർ അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം വിശ്വസിക്കുന്നു. ഇത് നേരത്തെ പറഞ്ഞ ആ റാദി ഇമാം പറഞ്ഞ ആ ദൈവങ്ങളെ സംബന്ധിച്ചുള്ള വിശ്വാസം തന്നെയാണ് ഇത് എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീട് നമ്മുടെ പ്രവർത്തകരെ പ്രത്യേകം സംശയിപ്പിക്കുന്ന മറ്റൊന്നാണ്, കടലിലെത്തിയാൽ ആ അവിശ്വാസികൾ അള്ളാഹുവെ ആത്മാർത്ഥമായി വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട് എന്ന്. അപ്പോൾ കടലിലെത്തിയാൽ അവർ അള്ളാഹുവെ ആത്മാർത്ഥമായി വിളിച്ച് പ്രാർത്ഥിക്കണമെങ്കിൽ അവർക്ക് അള്ളാഹുവിൽ വിശ്വാസം വേണമല്ലോ. അള്ളാഹുവിൽ വിശ്വാസമില്ലാതെ അള്ളാഹുവെ ആത്മാർത്ഥമായി വിളിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കുമോ? ഇല്ല. അപ്പോൾ അവർക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ട്, ആത്മാർത്ഥമായ വിശ്വാസം തന്നെയാണ് അപ്പോൾ അവർക്കുള്ളത് എന്ന് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ചിലർ വാദിക്കുന്നു. എന്നോ ഈ വാദം അവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനധികം അവരിൽ ചിലർ പറയുന്നു, സുന്നികൾ ആ കടലിൽ അപകടത്തിൽപ്പെട്ടാലും മുഹീദ്ദീൻ ശൈഖിനെയും ബദരീങ്ങളെയുമാണ് വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. മക്കത്തെ അവിശ്വാസികൾ കടലിലെത്തിയാലെങ്കിലും അള്ളാഹുവെ വിളിച്ച് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമായിരുന്നു. അതിനേക്കാൾ വലിയ കടുത്ത മുശ്രിക്കുകളായിപ്പോയി ഇവിടുത്തെ സുന്നികൾ എന്ന് സുന്നിൻ്റെ ശത്രുക്കളായ ചിലർ പറയുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വാസ്തവത്തിൽ ഇവിടെയും അവർക്ക് തെറ്റുപറ്റി. അവർ വിളിച്ചു പ്രാർത്ഥിച്ചു എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷേ എന്താണ് അവർ വിളിച്ച് പ്രാർത്ഥിച്ചത്? എങ്ങനെയാണ് വിളിച്ച് പ്രാർത്ഥിച്ചത്? ഏത് സാഹചര്യത്തിലാണ്? അവരുടെ ആ വാക്കുകൾക്ക് എന്ത് പ്രസക്തിയാണ്? മുമ്പ് അവർ അള്ളാഹുവിനെ കുറിച്ച് പലപ്പോഴും പറഞ്ഞല്ലോ, അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞല്ലോ. ഇത് അവരവരുടെ സാഹചര്യങ്ങൾക്ക് വേണ്ടി, സൗകര്യങ്ങൾക്ക് വേണ്ടി അവർ പറഞ്ഞതാണ്. ഇതുപോലെ ഇവിടെയും പറഞ്ഞു. ഈ സൂക്തം പരിശോധിച്ചാൽ അവർ കപ്പലിൽ കയറിയാൽ അള്ളാഹുവെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. അള്ളാഹുവോട് പടച്ചവനെ ഞങ്ങളെ രക്ഷപ്പെടുത്തിയാൽ ഞങ്ങൾ നന്നായിക്കൊള്ളാം എന്ന് പറയും. അപ്പോൾ കരയിലാണ് അവരുടെ ദൈവങ്ങൾ ലാത്തയും ഉസ്സയും എല്ലാം കരയിലാണ്. കരയിൽ അവർക്ക് പ്രശ്നമുണ്ടാകുമ്പോൾ ആ ബിംബങ്ങളെ അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, അവയെ ആരാധിക്കുന്നു. അതേ സമയത്ത് കടലിൽ പോകുമ്പോൾ അവിടെയൊന്നും ആ ദൈവങ്ങളില്ല. കാരണം ഈ ദൈവങ്ങളെല്ലാം പ്രത്യേക ഗോത്രങ്ങളിൽ അവരുടെ വീടുകളിൽ തിരുമുറ്റത്തും അവരുടെ വീട്ടിൻ്റെ ഉള്ളിലും മാളികയുടെ മുകളിലുമൊക്കെ സ്ഥാപിച്ചിരിക്കുകയാണ്. ഓരോ ഗോത്രത്തിനും ഓരോ ദൈവമാണ്. ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, അത് ചിലത് നരിയുടെ രൂപത്തിൽ, ചിലത് മനുഷ്യൻ്റെ രൂപത്തിൽ, ചിലത് കുതിരയുടെ രൂപത്തിൽ, ചിലത് പരുന്തിൻ്റെ രൂപത്തിൽ, ഇങ്ങനെ പലതുമാണ്. ഇതെല്ലാം സ്ഥാപിക്കപ്പെട്ടതാണ്, സ്ഥലമാറ്റം ചെയ്യാൻ പറ്റില്ല. ഇവർ കടലിൽ പോയാൽ
കാറ്റും കോളും ഉണ്ടാകുന്ന സന്ദർഭത്തിൽ അവിടെ അള്ളാഹുവെ വിളിച്ച് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വീണ്ടും കരയിലേക്ക് വന്നാൽ വീണ്ടും പഴയ പടി തന്നെ സ്വീകരിക്കുന്നു എന്ന് ഖുർആനിൽ പറയുന്നത് കാണാം. ഇത് വെച്ചുകൊണ്ടാണ് ഇവർ പറയുന്നത് ഇവർക്ക് ആത്മാർത്ഥമായ അള്ളാഹുവിൽ വിശ്വാസമുണ്ടല്ലോ എന്ന്. വാസ്തവത്തിൽ ഇത് സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ സൂക്തങ്ങൾ നാം പരിശോധിക്കണം. ശരിക്കും ഖുർആനിൽ വിവിധ സ്ഥലങ്ങളിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് നോക്കൂ. വൈദാ മസ്സക്കുമുല്ലുറു ഫിൽ ബഹരി ലല്ല മൻ തദഊന ഇല്ലാ ഇയ്യാ ഫലമ്മാ നജാക്കും മിനൽ ബർരി അഅറൽതും അകാനൽ ഇൻസാനു കഫൂറ. വൈദാ മസ്സക്കുമുല്ലുറു ഫിൽ ബഹർ, കടലിൽ നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടും സംഭവിച്ചാൽ ലല്ല മൻ തദഊന ഇല്ലാ ഇയ്യാ, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ആരാധിക്കുന്ന ഒറ്റൊന്നിനെയും അവിടെ കാണാനില്ല. ഇല്ല ഇയ്യാ, അല്ലാഹു അല്ലാതെ. അല്ലാഹുവല്ലേ എവിടെയും നിറഞ്ഞു നിൽക്കുന്ന അല്ലാഹുവാണല്ലോ. ഓവല്ലദീ ഫിസ്സമാഇ ഇലാഹുൻ ഫിൽ അർളി ഇലാഹുൻ, ആകാശത്തും ഭൂമിയിലും കരയിലും കടലിലുമെല്ലാം അള്ളാഹുവിൻ്റെ സാന്നിധ്യമാണ്. എന്നാൽ നിങ്ങളുടെ ഈ ദൈവങ്ങൾ അത് കരയിൽ മാത്രമാണ്, അത് സ്ഥാപിക്കപ്പെട്ടതാണ്. അനങ്ങാൻ പോലും സാധ്യമല്ല. ഈച്ച വന്നാൽ ഈച്ചയെ ആട്ടാൻ പോലും സാധ്യമല്ല എന്നാണല്ലോ ഖുർആൻ പറഞ്ഞത്. അവയെ ശരീരത്തെ രക്ഷിക്കാൻ പോലും സാധ്യമല്ല, അവക്കെന്തെങ്കിലും ചെയ്യാൻ അവർക്ക് സാധ്യമല്ല. ഈ ആരാധകരാണ് അതിന് എണ്ണയിട്ട് കൊടുക്കുന്നത്, അതിനെ കുളിപ്പിക്കുന്നത്. ഒന്നും തന്നെ ചെയ്യാൻ സാധ്യമല്ല. അങ്ങനെയുള്ള ദൈവങ്ങൾ കരയിലാവുമ്പോൾ കടലിൽ നിങ്ങൾക്ക് സമീപിക്കാൻ ആരുമില്ല. ലല്ല മൻ തദഊന ഇല്ലാ ഇയ്യാ ഫലമ്മാ നജാക്കും മിനൽ ബർ, അങ്ങനെ കടലിൽ നിന്ന് നിങ്ങളെ അള്ളാഹു രക്ഷപ്പെടുത്തിയാൽ അഅറൽതും, വീണ്ടും നിങ്ങൾ അള്ളാഹുവിൽ നിന്ന് പിന്തിരിയുന്നു. വകാനൽ ഇൻസാനു കഫൂറാ, മനുഷ്യൻ വളരെ നന്ദികേട് കാണിക്കുന്നവനായിരിക്കുന്നു എന്നൊരു സൂക്തം. ഇനി മറ്റൊരു സൂക്തത്തിൽ കാണാം. ഫൈദാ റകിബൂ ഫിൽ ഫുൽക് ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, കപ്പലിൽ കയറിയാൽ അവർ ആത്മാർത്ഥമായി അള്ളാഹുവോട് പ്രാർത്ഥിക്കും. ഫലമ്മാ നജാഉ മിനൽ ബരി ഇദാഹും യുശ്രികൂൻ, കരയിലേക്ക് എത്തിയാൽ വീണ്ടും ശിർക്ക് വെക്കുന്നു. ഇങ്ങനെയുള്ള സൂക്തങ്ങളിൽ അവർ കടലിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആത്മാർത്ഥമായി അള്ളാഹുവോട് പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞത് സംബന്ധിച്ച് അതിൻ്റെ എല്ലാം ഒരു വിശദീകരണം, അവർ വിശ്വസിക്കുന്നത് ഏത് സാഹചര്യത്തിലാണ്, അവർ ഏത് രൂപത്തിലാണ് അത് പറയുന്നത് എന്നത് വിശദമായി അല്ലാഹു തആല മറ്റൊരു സൂക്തത്തിൽ പറയുന്നുണ്ട്. ആ സൂക്തം നാം ഉൾക്കൊണ്ടാൽ ഇവരുടെ വിശ്വാസം ഏത് രൂപത്തിലെന്ന് മനസ്സിലാക്കാൻ പറ്റും. അവർ കടലിൽ അള്ളാഹുവെ വിളിച്ച് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞതിൻ്റെ ഒരു വിശദീകരണമാണ് ഞാൻ ഈ ഓതാൻ പോകുന്ന സൂക്തത്തിലുള്ളത്. അല്ലാഹു തആല പറയുന്നു, ഹുവല്ലദീ യുസയ്യിറുക്കും ഫിൽ ബർരി വൽ ബഹർ ഹത്താ ഇദാ കുൻതും ഫിൽ ഫുൽക് വജറൈന ബിഹിം ബിരീഹിൻ തയ്യിബ വഫരിഹു ബിഹാ ജാഅത്ഹാ റീഹുൻ ആസിഫ് വജാഅഹുമുൽ മൗജു മിൻ കുല്ലി മകാൻ വളന്നു അന്നഹും ഉഹീത ബിഹിം ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഫലമ്മാ നജാഹും ഇദാ ഹും യബ്ഗൂന ഫിൽ അർളി ബിഗൈരിൽ ഹഖ്. ഇവിടെ നാം മനസ്സിലാക്കണം, അല്ലാഹു പറയുന്നു ഹുവല്ലദീ യുസയ്യിറുക്കും ഫിൽ ബർരി വൽ ബഹർ, അള്ളാഹു ആണ് കടലിലും കരയിലും നിങ്ങളെ യാത്ര ചെയ്യിക്കുന്നത്. നിങ്ങൾ യാത്ര ചെയ്യുന്നുവെങ്കിൽ നിങ്ങളുടെ എല്ലാ സുരക്ഷിതത്വവും പാലിക്കുന്നുണ്ടെങ്കിൽ, ഉറപ്പുവരുത്തുന്നുണ്ടെങ്കിലും നിങ്ങളെ യഥാർത്ഥത്തിൽ കടലിലും കരയിലും യാത്ര ചെയ്യിക്കുന്ന അള്ളാഹുവാണ്. അങ്ങനെ ഹത്താ ഇദാ കുന്തും ഫിൽ ഫുൽക്, നിങ്ങൾ കപ്പലിൽ കയറി, വജറൈന ബിഹിം ബിരീഹിൻ തയ്യിബ, ആ കപ്പലിൽ കയറിയപ്പോൾ കപ്പലിൻ്റെ ചലനത്തിന് സഹായകമായ വിധത്തിലുള്ള നല്ല കാറ്റുകൾ വരുമ്പോൾ, നല്ല കാറ്റുകൾ വരികയും ഫരിഹു ബിഹാ, ആ നല്ല കാറ്റുകൾ വന്നതിൻ്റെ പേരിൽ അവർ കൂടുതൽ സന്തോഷിക്കുകയും ചെയ്യുമ്പോൾ, അവർ എന്ന് വെച്ചാൽ നിങ്ങൾ സന്തോഷിക്കുകയും ചെയ്യുമ്പോൾ അതാ ജാഅത്ഹാ റീഹുൻ ആസിഫ്, എല്ലാം തകിടം മറിക്കുന്ന കാറ്റത അടിച്ചു വീശുന്നു. വലിയ കാറ്റ്, എല്ലാം ഇവരുടെ എല്ലാ സുരക്ഷിതത്വ ബോധവും നഷ്ടപ്പെടുത്തുന്ന വിധത്തിലുള്ള കാറ്റ്, വമ്പിച്ച കാറ്റ്. വജാഅഹുമുൽ മൗജു മിൻ കുല്ലി മകാൻ, എല്ലാ ഭാഗങ്ങളിൽ നിന്നും 4 ഭാഗങ്ങളിൽ നിന്നും തിരമാലകൾ അവരെ വലയം ചെയ്യുന്നു. വമ്പിച്ച കാറ്റിൽ തിരമാലകൾ അടിച്ച് ഇവരും കപ്പലും എല്ലാം കൂടി ഒന്നായിട്ട് സമുദ്രത്തിൻ്റെ ആഴിലേക്ക് ആപതിക്കുന്ന അവസ്ഥ സംജാതമാകുന്നു. ഇങ്ങനെ സംജാതമാവുമ്പോൾ അന്നവും മുഹീത ബിഹിം, ഇനി ഒരു രക്ഷയുമില്ല, ഇനിയില്ല, ഇനി ജീവിക്കാൻ സാധ്യമല്ല, ഒരു രക്ഷയുമില്ല എന്ന സാഹചര്യത്തിൽ ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, മുങ്ങിച്ചാകാൻ